ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ആരൺകുട്ടൻ ഭയങ്കര നിർബന്ധ ബുദ്ധിയിലായിരുന്നു. ഞാൻ ബാർബിക്യൂവിൻ്റെ ഷേപ്പിലും അതെ ബാർബിക്യൂവിൻ്റെ അളവിലും KFCയുടെ അളവിലും ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെത്താൻ അത് ചെയ്തോളാം, പരീക്ഷയൊക്കെ ഫിസിക്സിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഫ്രൈഡേ ആണ് ഇത്, വൈകിട്ട് എനിക്ക് KFC മതി എന്നും പറഞ്ഞ് ഞാനിവിടെ അതിൻ്റെ മിക്സിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ശകലം ഓട്സും മതി. പുള്ളി ഇവിടെ ഇരുന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇന്ദുപ്പ്, കുരുമുളക് പൊടി, പിന്നെ അതും ഇതും വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഇരുന്നത് എല്ലാം എടുത്ത് കുറേശ്ശെ ഇട്ട്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇച്ചിരി സ്പൈസി ആയിരിക്കണം കാര്യങ്ങൾ. എനിക്കാണ് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. എനിക്ക് നല്ല സിമ്പിളായിട്ട് നല്ല പിന്നെ നൈസായിട്ടുള്ളതാണ് ഇഷ്ടം. പക്ഷെ പുള്ളി സമ്മതിക്കുകയില്ല, ഉള്ളതെല്ലാം ഇടുന്നുണ്ട്. ചില്ലി സോസ് വരെയും പുള്ളി ഒഴിച്ചു. അങ്ങനെയെല്ലാം ഇതുണ്ട്, ഭയങ്കരമായിട്ട് അതും ഇതും എല്ലാം ഇട്ടാൽ. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ ഇച്ചിരി പിന്നെ ഭംഗി കുറവായിരുന്നെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി. അല്ലാതെ KFC എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ്ട് ഗരം മസാല അതുമെല്ലാം ഇട്ട് പുള്ളിക്ക് തൈരൊഴിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇവിടെ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടായിരുന്നു, അതുമെല്ലാം ആയിട്ട് പുള്ളി റെഡിയാക്കി. ഞാൻ എൻ്റെ സൈഡിലോട്ട് ചെന്നേയില്ല, അല്ലെ പിന്നെ എന്നെ ഓടിക്കും. ഞങ്ങൾ വഴക്കും പിടിക്കും. ചില്ലി സോസ് വരെയും പുള്ളി ഒഴിച്ചു. ഞാനോർത്ത് എന്നെയെല്ലാം കാണിക്കട്ടെ, തന്നെ കഴിച്ചോളൂല്ലേ, എനിക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ തന്നെ ഇന്ന് പരീക്ഷ കഴിഞ്ഞത് കാരണം ഫിസിക്സിൻ്റെ എക്സാം പൊതുവേ ടഫായിരുന്നു. പക്ഷേ പുള്ളി പഠിച്ചതെല്ലാം വന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരു 15 മാർക്കിൻ്റെ ഉണ്ടായിരുന്നു, അത് പോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്കി എഴുതുന്നതിൻ്റെയൊക്കെ സ്പെല്ലിങ്ങും അതും ഇതൊക്കെ ഇവർ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ നോക്കുമല്ലോ. 80 മാർക്കേ കിട്ടുകയുള്ളെന്നാണ് പറയുന്നത്. അറിയത്തില്ല, എന്തായാലും പുള്ളി എഴുതി നന്നായിട്ട്. അതുപോലെ പഠിച്ചായിരുന്നു കേട്ടോ, എല്ലാ വിഷയവും അതുപോലെ പഠിച്ചു. എങ്ങനെയാണെന്നറിയത്തില്ല, 100 മാർക്കില്ല എങ്ങനെയാണെന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ച് സങ്കടപ്പെട്ടപ്പോൾ പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനൊക്കെ ഇട്ടുകൊണ്ട് അവരതിനനുസരിച്ച് മാർക്ക് തന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ ആരണ്ണെ. എല്ലാ പിള്ളേരും എല്ലാവരും നല്ലതായിട്ട് പഠിക്കുന്ന പിള്ളേർ. ഇത് കാണാനൊക്കെ നല്ലതാണ്, അല്ല ഇങ്ങനെ കാണാൻ നല്ല. അത് ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പം കവറിങ് ഒത്തിരി ഉള്ള പോലെ എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ അങ്ങനെ വലിയ കവറിങ്ങില്ല, KFCക്കാർ തരുന്ന പോലെ തന്നെയൊക്കെ ഇരുന്നത്. അത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് അത്ര കാണാനായിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നേ ഉള്ളൂ. ഇച്ചിരി കട്ടി ആയിട്ട് അതിൻ്റെ കവറിങ് ഉണ്ടായിരുന്നോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. പക്ഷെങ്കിൽ കഴിച്ചപ്പം നല്ലതായിരുന്നു കേട്ടോ, ടേസ്റ്റായിരുന്നു. പുള്ളിക്ക് നല്ല സ്പൈസി ആയിരിക്കണം, അതാണ് അങ്ങനെ പുള്ളി ചെയ്യുന്നത്. ഇതുണ്ട്, ഇത് ഞാനൊരു മിക്സ് വാങ്ങിച്ചത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അത് ഇട്ട് അതിനകത്ത് കുറച്ച് ഓട്സും കൂടെ ഇട്ട് അങ്ങനെയാണ് പുള്ളി ചെയ്തത്. അപ്പോൾ ഇത് തിക്കായിട്ട് പുള്ളി അങ്ങ് പിന്നെ കോട്ടിങ് ചെയ്തു. എനിക്കങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് മുക്കിയാൽ ഇഷ്ടം. അതായത് പുള്ളി 2 പ്രാവശ്യം കോട്ടിങ് കൊടുത്തു. ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്ത് മുട്ടയ്ക്കകത്ത്, അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ആ ക്രംസ് എല്ലാം ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മുട്ടയ്ക്കകത്ത്. അതെനിക്കിഷ്ടമല്ല. ആ ഒരു സിംഗിൾ ടൈം മാത്രം അത് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര കവറിങ് കോട്ടിങ് ആയിപ്പോവും, അതെനിക്ക് കണ്ണിന് കാണില്ല. പിന്നെ ഞാൻ ക്ഷമിച്ചൊരു ലെഗ് പീസ് കഴിച്ചു. വേറൊരു പീസും കൂടെ കഴിച്ചല്ല, അവനെന്നാ തോന്നും. എനിക്കങ്ങനെ സ്പൈസി ഇഷ്ടമല്ല, കോട്ടിങ്ങും എക്സ്ട്രാ കൊടുക്കുന്ന ഇഷ്ടമല്ല. ഇത് ഡീപ്പ് ഫ്രൈ വേണമെന്നും പറഞ്ഞ് ഉള്ള വെളിച്ചെണ്ണയെല്ലാം കൂടെ ഒഴിച്ചെൻ്റെ പൊന്നോ കണ്ട. ഇത്
ടേസ്റ്റാ, കാണാൻ ഭംഗിയില്ലായിരുന്നു. മയോണൈസ് തന്നെ ഉണ്ടാക്കിയത്, മുട്ടയൊക്കെ പുഴുങ്ങി. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചക്കര ഉമ്മ